അന്നത്തെ ദിവസം നിങ്ങളുടെ ഈമാൻ ഇബ്ലീസിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല, പളുങ്കുപോലെ. ആ ദിവസം നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ഈമാനിന്റെ പരിസരത്തോടുകൂടി പരിമളത്തോടുകൂടി മരണപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല 3 ദിവസം നിരന്തരമായ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പരിശ്രമം. ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കടന്നുകയറ്റം കാരണം വിശ്രമമില്ലാതെ പോരാട്ട വീര്യത്തോടുകൂടി മുൻനിരയിൽ നിൽക്കേണ്ടി വന്ന ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്ന് വിശ്രമിച്ചുകൂടെ, കുറച്ചു നേരം ഒന്ന് ഉറങ്ങിക്കൂടെ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടാണെങ്കിലും ഇത്രമേൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറയുമ്പോ മഹാനായ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു കുറച്ചു നേരം വിശ്രമിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ കാര്യമായി സുഖലോലുപതയുടെ പട്ടിണത്തയിൽ സുഖനിദ്രയിൽ ആണ്ടുപോകുന്ന വിശ്രമം ഒന്നുമല്ല, കുറച്ചു നേരം ഒന്ന് കിടക്കാം എന്ന് തീരുമാനിച്ചു. ആ കിടക്കയിൽ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു വലിയൊരു സ്വപ്നം കാണുകയാണ്. ലോകത്തിന്ന് വരെ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലും നിലവിലും കാണാത്ത സുന്ദരമായ നയനാനന്ദകരമായ വർണ്ണശബളമായ കാഴ്ചകൾ, സ്വർഗീയ ആരാമത്തെ കുറിച്ച് എന്താണോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഫിർദൗസിന്റെ പരിമള ചാരുരാജ്യത്തെ കുറിച്ച് എന്താണോ ഹദീസ് വിശദീകരിച്ചിട്ടുള്ളത്, അതെല്ലാം സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു തന്റെ കണ്ണിലൂടെ കാണുകയാണ്. പെട്ടെന്നവിടെ ആകർഷണത്തിൽ അതിർവരമ്പുകളില്ലാതെ മനസ്സിനെ വല്ലാതെ പിടിച്ചുകുലുക്കുന്ന അതിരുകളില്ലാത്ത മധുരം തേൻ പുരട്ടി വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സുഖന്റെ ആനന്ദത്തിൽ കുറെ ആഡംബരം നിറഞ്ഞ സൗന്ദര്യം വലിഞ്ഞൊഴുകുന്ന ഒരു സംഘത്തെ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കാണുകയാണ്. അവരോട് ചോദിച്ചു, ഇവരാണോ ഖുർആൻ പറഞ്ഞ ഹൂർലിങ്ങൾ? കണ്ടപ്പോൾ അങ്ങനെ തോന്നിപ്പോയി. തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ അവർക്കുള്ള മുൻപല്ലിന്റെ ലങ്ങൾ കണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. പ്രസംഗ സ്റ്റേജിൽ ഈ ബൈത്ത് കേൾക്കില്ല. ഉസ്താദന്മാരതിനെ പതിയെ മുക്കി. പണ്ട് തഴവ ഉസ്താദിന്റെ ബൈത്ത് ആരും ഈ ബൈത്ത് അങ്ങനെ വ്യാപകമായി കേൾക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ട്രോളുക എന്നത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാവരും എല്ലാ ദിവസവും കിട്ടുന്ന രാവിലെ എന്റെ പ്രഭാഷണത്തെ വിമർശിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ഹോബി ആയതുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുന്നില്ല. അവർക്കുള്ള മുൻപല്ലിന്റെ ലങ്ങൾ കണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. മഹാനായ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കാണുകയാണ്. ഇത്രയും സുന്ദരമായ കാഴ്ച ലോകത്തെവിടെയും കണ്ടിട്ടില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഇത് ഹൂർലിങ്ങളാണോ? അവർ പറയുന്നു, അല്ല, ഇത് ഹൂർലിങ്ങൾക്ക് പാദസേവ ചെയ്യുന്നവരാണ്. അപ്പോഴെങ്ങനെയായിരിക്കും അല്ലാഹ് സ്വർഗ്ഗത്തിലെ ഹൂർലിങ്ങള്? അപ്പൊ എങ്ങനെയായിരിക്കും പടച്ചവനെ സ്വർഗീയമായ അലങ്കാരങ്ങൾ? സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പിറ്റേന്ന് ഉണരുകയാണ്. പിറ്റേന്ന് രാവിലെ അല്ലാഹുവിന്റെ ദീനിന്റെ ജിഹാദിന്റെ വഴിയോരത്ത് സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് അമ്പ് വന്ന് തറച്ചുകൊണ്ട് താൻ സ്വപ്നത്തിൽ കണ്ട സ്വർഗീയ ലോകത്തിന്റെ സുന്ദരമായ സുഖകരമായ അവസ്ഥാവിശേഷങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനും കണ്ടുകൊണ്ട് തന്റെ കണ്ണിൽ കണ്ടുകൊണ്ട് അസ്റായിലിന്റെ ഭയപ്പെടുത്തുന്ന മുഖഭാവങ്ങളില്ല, ഞരമ്പ് വരിഞ്ഞു മുറുക്കുന്ന വേദനയിൽ കിടന്ന പുഴയലില്ല, ഒട്ടകത്തിന്റെ കടുത്തറത്തിട്ടിരിക്കുന്ന പോലെ വരിഞ്ഞു മുറുക്കലില്ല. സ്വർഗീയമായ കാഴ്ചകൾ കണ്ട് ആഘോഷത്തോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് മഹാനായ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു പോവുകയാണ്.
അത്രമാത്രം അല്ലാഹുവിന്റെ ദീനിനെ ത്യാഗം ചെയ്തവരാണവര്, അത്രമാത്രം അല്ലാഹുവിന്റെ ദീനിനെ കഷ്ടപ്പെട്ടവരാണവര്, പടച്ചവന്റെ ദീനിന് വേണ്ടിയിട്ട് സമ്പാദ്യവും ശരീരവും പണയം വെച്ചവരാണവര്. അതുകൊണ്ട് അവര് മരണപ്പെടുമ്പോ അങ്ങനെ ഒരു സൗഭാഗ്യം കാരുണ്യവാനായ അല്ലാഹു ആ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിരിക്കുന്നത് ഖദ് അഫ്ലഹ സഈദ്, ഖദ് അഫ്ലഹ സഈദ്. വാനലോകത്തിൽ നിന്ന് മാലാഖമാര് പ്രിയപ്പെട്ട സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോ ഇറങ്ങി വന്ന മയ്യത്തിന്റെ ചാരത്ത് വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഖദ് അഫ്ലഹ സഈദ് റളിയല്ലാഹു അൻഹു വിജയിച്ചിരിക്കുകയാണ്. എന്റെ കൊണ്ടോടിയിൽ വന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നമുക്ക് മരിക്കണ്ടേ ഇതുപോലെ? ഏതായാലും നമ്മൾ മരിക്കുമെന്ന് ഉറപ്പാണ്. മരിക്കാതിരിക്കാൻ പറ്റുന്ന മന്ത്രം കണ്ടുപിടിച്ചിട്ടില്ല, മരിക്കാതിരിക്കാൻ പറ്റുന്ന മനുഷ്യദൈവങ്ങളുടെ മാസ്മരികത തലോടുന്ന മാന്ത്രിക ഏലസുകൾ കണ്ടുപിടിച്ചിട്ടില്ല, മരിക്കാതിരിക്കാൻ പറ്റുന്ന മരുന്നുകളെ കണ്ടുപിടിച്ചിട്ടില്ല. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കുക എന്നതല്ലാതെ മരണത്തിന് വേറെ മരുന്നില്ല. അതുകൊണ്ട് കൊണ്ടോടിയിൽ വന്നവരെ, ചെറുപ്പക്കാരും പ്രായമായവരും സുഖമില്ലാതെ കിടക്കുന്നവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവരും ഒക്കെ മരണപ്പെടുകയാണ്. ആരെയും പിടിച്ചു നിർത്താൻ കഴിയില്ല. കുല്ലു നഫ്സുൻ എല്ലാ ശരീരവും മരണത്തെ രുചിച്ചു നോക്കുന്നതാണ്. എത്ര മയ്യത്തുകളെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. സ്വർഗീയമായ പരിലാളനത്തിന്റെ പരുക്കാഴ്ചകളെ കണ്ടുകൊണ്ട് വിട പറഞ്ഞു പോയ, കൊല്ലം ജില്ല മുഴുവനും കിടുങ്ങി വിറച്ചു പോയ, കേരളത്തിന്റെ ഓരങ്ങൾ മുഴുവനും പുഴ ഒഴുകുന്നത് പോലെ ഒഴുകിയെത്തിപ്പോയ ബഹുമാനനായ ശൈഖുനാ KP അബൂബക്കർ സറസ്രത്ത് വർഷങ്ങളായി കൊണ്ടോടികളെ സ്വലാത്ത് ഇരുന്നത് ആരുടെ നാവിൽ നിന്ന് ചൊല്ലിത്തന്നതാണ്. ഈ സ്വലാത്ത് കൊണ്ട് കൊണ്ടോടിക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഈ സ്വലാത്ത് കൊണ്ട് കൊണ്ടോടികളെ ജനങ്ങൾക്ക് പള്ളിയോട് സ്നേഹം വന്നിട്ടുണ്ടെങ്കിൽ, ഈ സ്വലാത്ത് കൊണ്ട് കൊണ്ടോടികളെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഹാജത്തുകൾ നിറവേറിയിട്ടുണ്ടെങ്കിൽ, കളവ് പറയാത്ത, ഫസാദ് പറയാത്ത, ഈബത്ത് പറയാത്ത പുഞ്ചിരി കൊണ്ട് കേരളക്കരയുടെ ഹൃദയത്തെ മുഴുവനും വരിഞ്ഞു പുറക്കി സ്വീകരിച്ചു കളഞ്ഞ പ്രിയപ്പെട്ട ശൈഖുനാ KP അബൂബക്കർ സറത്തിന്റെ നാവിൽ നിന്ന് അടർന്നു വീണ സ്വലാത്തിന്റെ ഇജാസത്താണ്. അവരൊക്കെ മരണപ്പെട്ടു പോയത്, വിട പറഞ്ഞു പോയത് സ്വർഗീയ കാഴ്ചകൾ. ആ മുഖം കണ്ടാൽ തന്നെ അറിയാം, സ്വർഗീയ കാഴ്ചകൾ കാണാതെ ആ മുഖം അങ്ങനെ പരിലസിക്കില്ല. അങ്ങനെ പരിലസിച്ച് വിട പറഞ്ഞു. നമ്മൾ എങ്ങനെ മരിക്കാനാണ് കാത്തിരിക്കുന്നത്? രാത്രി നമ്മൾ അവസാനം വെക്കുന്നത് മൊബൈൽ, രാവിലെ ആദ്യം എടുക്കുന്നത് മൊബൈൽ. എന്തൊക്കെ കാഴ്ചകളാണ് അതിനകത്തൂടെ നമ്മൾ കാണുന്നത്? എന്തൊക്കെ കാഴ്ചകളാണ്? ഇന്നലെ രാത്രി പുത്തനങ്ങാടി ശുഹദാ ആണ്ട് നേർച്ചയുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഒറ്റപ്പാലത്ത് നിന്ന് ട്രെയിനിൽ ചെറിയങ്കിഴേക്ക് വരാൻ വേണ്ടി കയറിയതാണ്. അപ്പോ ഒറ്റപ്പാലത്ത് നിന്ന് കയറിയത് മുതൽ 2:30 മണി. അപ്പൊ ഒരു 4-5 മണി വരെ ഉറങ്ങിയാലോ, പിന്നെ സുബഹി നിസ്കരിച്ച് വീട്ടിൽ ഉറങ്ങാലോ. അതിനുവേണ്ടി തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഒരാൾ ഭയങ്കര വോളിയത്തിൽ, എനിക്കറിയില്ല എന്തൊക്കെയാണ് കാണുന്നതെന്ന് അറിയില്ല. മൊബൈലിന്റെ വെട്ടമാണെങ്കിൽ അതിനകത്ത് കിടക്കുന്ന മുഴുവൻ ആളുകളുടെ മോന്തായത്തിലും അടിക്കും. ഹെഡ്ഫോണില്ല. സാധാരണ ട്രെയിനിലൊക്കെ പോലെ ഇങ്ങനെ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് ഇങ്ങനെ എത്ര പാട്ടാണ്, എന്തൊക്കെ എനിക്കറിയില്ല. കെട്ടിക്കിട പാട്ട് കേൾക്കാണ്. ആരും പിടിക്കാൻ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, ആരും ഇല്ല പിടിക്കാൻ. പക്ഷെ എന്നാലും ഇങ്ങനെ ആസ്വദിക്കാണ്. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ രാവിലെ കെട്ടിപ്പിടിച്ച പോരെ? അത്ര ക്ഷീണമുണ്ട്. കാരണം പുത്തനങ്ങാടി ശുഹദാക്കളുടെ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. റോഡ് ബ്ലോക്ക് അവിടെ നിന്നൊക്കെ താണ്ടി ഓടി കഷ്ടപ്പെട്ട് വന്നതല്ലേ. അതുകൊണ്ട് 5 മണി വരെ ഒന്നും നിങ്ങൾ കെട്ടിപ്പിടിക്കാതിരുന്നാല് ഞാനെന്ത് കെട്ടിപ്പിടിച്ചിടന്ന് ഉറങ്ങിയേനെ. അത് കഴിഞ്ഞാൽ പിന്നെ കെട്ടിപ്പിടിക്കേ എല്ലാം ഉണ്ട്. പല പാട്ടെന്ന് ഞാൻ പറയുന്നില്ല, കേട്ട പറയണം. കെട്ടിപ്പിടി അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് അത് കേട്ടപ്പോൾ ഒന്ന് ഓർമ്മിച്ചു മാത്രമേ ഉള്ളൂ. ഇത് തന്നെ എന്ന് പറഞ്ഞാൽ ആ രാത്രി ആ മനുഷ്യനെ ഉറക്കൂല. അത് കാരണം ഞാൻ ട്രെയിൻ ചെറിയങ്കീട് എത്തിയപ്പോഴും ഇറങ്ങിയില്ല. നേരെ തിരുവനന്തപുരത്ത് പോയി ഇറങ്ങി. ചെറിയങ്കീട് ഇറങ്ങാനുള്ള ഞാൻ തൻസീർ വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ മൊബൈലൊക്കെ സുഖം ഉറക്കായിരുന്നു. കാരണം എന്താ, ഈ മനുഷ്യൻ സമ്മതിക്കണ്ടേ? രാത്രിയും പകലും കണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആർത്തി തീരുന്നില്ല. അതിന് മാത്രം എന്താണ് നമ്മൾ ആലോചിച്ചു, ഒരു സിനിമ നമ്മൾ കാണുകയാണ്. അത് കണ്ടു 2 മണിക്കൂർ അവസാനിച്ചു. വീണ്ടും അടുത്തൊരു സിനിമ. ഇതൊരു മനുഷ്യന് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക?
ഒരു സീരിയൽ നിരന്തരം ഇത് തന്നെ. ഒരു കഥ തീർന്ന് അടുത്തത് തുടങ്ങി, ഒരു അടുത്ത കഥ തീർന്ന് അടുത്തത് തുടങ്ങി. എന്താണ് ഇതിനകത്തുള്ളത്? എല്ലാത്തിലും ഒരേ സാധനം തന്നെ തിരിച്ചു മറിച്ചിടും. ഒന്നിൽ അമ്മായി കണക്റ്റീവ് വീട്, അടുത്തതിൽ മരുമോള് കണക്റ്റീവ്. ഒന്നിൽ മരുമോള് ഗർഭിണിയാവും, ഒന്നിൽ അമ്മായി ഗർഭിണിയാവും. ഒന്നില് തന്താരെന്നറിയാൻ വയ്യ, ഒന്നില് കുഞ്ഞാരെന്നറിയാം. ഇതെന്റെ കുഞ്ഞ് തന്നെ. അവസാനം വീട്ടിൽ ജോലി ചെയ്ത് കഷ്ടപ്പെടുത്തി ലാസ്റ്റാണ് അറിയുന്നത്, അല്ലാ അടച്ചോനെ, ദൈവമേ, ഈശ്വര, ഭഗവാനെ, ആറ്റുകാലമേ, ഇതെന്റെ മോള. ഇത് തിരിച്ചടുത്ത കഥയിൽ അമ്മയിട്ട് കഷ്ടപ്പെട്ട് ലാസ്റ്റ് അറിയാം, അയ്യോ ഇതെന്റെ അമ്മയായിരുന്നു. ഇത് തന്നെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പൊറോട്ട അടിക്കണ പോലെ അടിച്ച് കുഴച്ച് അണ്ണാക്കി കയറ്റി ഇങ്ങനെ ഇരിച്ചു. ഇത് നമുക്കൊരു, നമ്മൾ ആലോചിച്ച് നോക്ക്, നമുക്കൊരു ബുദ്ധിയില്ലേ? ഖുർആൻ ചോദിക്കുന്ന അഫലാ തഅഖിലൂ, നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഇത് കേട്ടു നോക്ക്, നിങ്ങളെ മനസ്സിലാക്ക്. അപ്പൊ ഈ തരത്തില് നമ്മുടെ മൈൻഡിനെ ബ്ലാങ്ക് ആക്കി കളഞ്ഞു. ഇവിടെ എങ്ങനെയാണ് നമ്മൾ മരിക്കുമ്പോൾ സ്വർഗ്ഗം എങ്ങനെയാണ് പൂരപ്പറമ്പുകളിൽ, ഉത്സവപ്പറമ്പുകളിൽ നമ്മൾ എത്ര കൊല്ലം കൊണ്ട് ആടുന്നു, ചാടുന്നു, തുള്ളുന്നു, എന്നിട്ട് നമുക്ക് എന്തേ മതിയാകാത്തത്? നമുക്ക് എന്തേ അതിന്റെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഖൽബിൽ നിന്ന് ഈമാൻ പതിയെ 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 ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മോഷണം നടത്തി കൊണ്ടുപോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞു 11 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന സൂറത്ത് നിങ്ങൾ ഓതിയാൽ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞു 11 പ്രാവശ്യം നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ, അന്നത്തെ ദിവസം നിങ്ങളുടെ ഈമാൻ ഇബ്ലീസിനെ മോസിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല, പളുങ്കുപോലെ. ആ ദിവസം നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ഈമാനിന്റെ പരിസ്വരത്തോടുകൂടി, പരിമളത്തോടുകൂടി മരണപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് കൊണ്ടോട്ടിയിലെ എന്റെ പ്രിയപ്പെട്ടവരെ, മരണപ്പെടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാഴ്ചകൾ കാണണം മോളെ. മരണപ്പെടുന്ന സമയത്ത് സ്വർഗീയമായ സുഖരസങ്ങൾ ആസ്വദിക്കണം ചെറുപ്പക്കാരാ. ഒട്ടകത്തിന്റെ കഴുത്തറുത്തിട്ടിട്ട് കിടന്ന് ഞരങ്ങുന്നത് പോലെ എവിടെയെങ്കിലും കിടന്ന് മരിക്കാനുള്ളവരല്ലായി സ്വലാത്ത് ചൊല്ലുന്നത്. അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ തട്ടമിടുന്നത്, അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ നോമ്പ് പിടിക്കുന്നത്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ. നാളെ അല്ലാഹുവിന്റെ സുന്ദര സ്വർഗ്ഗത്തിലേക്ക് തഖ്വയുള്ളവർ കടന്നു പോകുന്ന രംഗമുണ്ട്. തഖ്വയുള്ളവർ മരണപ്പെടുമ്പോഴും ആഘോഷത്തോടെ സ്വീകരിക്കാൻ ആ സ്വർഗീയ കാഴ്ചക്കാർ കടന്നു വരുമെന്നാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ റമളാനിൽ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്തിനെന്ന് 1000 വട്ടം ചോദിച്ചാലും ഒരേ ഒരു ഉത്തരമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയാനുള്ളത്, ലഅല്ലകും തത്തഖൂൻ. നിങ്ങളെ തഖ്വയുള്ളവരാക്കാൻ വേണ്ടിയാണ്. ആ ചാർജില് 4 മാസം നമ്മുടെ വണ്ടി ഓടുന്നില്ലേ? നമ്മൾ ഈ തഖ്വയെ മുറുകെ പിടിക്കണം. എത്ര സുന്ദരമായിരിക്കും ഒരു ഈമാനുള്ള മനുഷ്യന്റെ ജീവിതം. ഫസാദ് വീവത്വം പറയുന്നില്ല, ഹറാമായ സമ്പാദ്യമില്ല, കച്ചവടത്തിൽ നേരും നെരിയും, എല്ലാം കറക്റ്റ്. അങ്ങനെ തന്നെ നേരും നെറിയും എല്ലാ കാര്യത്തിലും. തഹജ്ജുദ് നിസ്കരിക്കുന്നു, ദുഹാ നിസ്കരിക്കുന്നു, നേരത്തെ ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, നേരത്തെ എഴുന്നേൽക്കുന്നു, മക്കൾ ദീൻ പഠിക്കുന്നു, ഭാര്യ നിസ്കരിക്കുന്നു. എന്തൊരു രസമാണ് ആ കുടുംബജീവിതം. ആ കുടുംബത്തിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്കാണ് മയ്യത്ത് പൊതിഞ്ഞുകൊണ്ട് പോവുക. പരിഭവങ്ങളില്ലാത്ത ഖബർ, പരാധീനതകളില്ലാത്ത ഖബർ, ഞെരുക്കമില്ലാത്ത ഇടുക്കമില്ലാത്ത ഖബർ. ആ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് നോമ്പ് നമുക്ക് തഖ്വയുണ്ടാക്കാൻ വേണ്ടി തന്നതാണ്. നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്താണ്? സഹോദരിമാരൊക്കെ റമളാനിലെ തറാവീഹ് കഴിഞ്ഞു പോയാൽ രാത്രി പോകുന്നത് കണ്ടാൽ ബദർ യുദ്ധം കഴിഞ്ഞു പോണ പോലെ മാക്സിയൊക്കെ മടക്കി തലയെ കുത്തി റോഡിലൂടെ അങ്ങനെ തറാവീഹ് നടത്താതെ വീട്ടിൽ പോകുന്ന പറയുന്ന ശീലമാണ്. 20 റക്അത്ത് അത്രയ്ക്കുമേൽ നമ്മള് അരമണിക്കൂർ കൊണ്ട് മലമറിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഒന്നുമില്ല. തറാവീഹ് റമളാനിന്റെ ഒരു അമല് മാത്രമല്ല, ഒന്നും ആയിട്ടില്ല. റമളാനിൽ പകലും രാത്രിയും രാത്രിയിലെ ചുരുങ്ങിയ സമയം പടച്ചവന് കൊടുത്താൽ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മരണപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ സന്തോഷ സമ്മാനം കിട്ടാൻ അൽ ഇജ്തിഹാദു ഫിൽ ഇബാദത്തി, ഇബാദത്തിന് നിങ്ങൾ ത്യാഗം ചെയ്യണമെന്നാണ്. നമ്മൾ ഇബാദത്തിൽ ത്യാഗം ചെയ്യുന്നുണ്ട്. കാല് വേദനിച്ചിട്ട് നമ്മൾ നിസ്കരിക്കുന്നത് എങ്ങനെയാ? ഇന്ന് പള്ളിക്കകത്ത് കയറിയാൽ ആദ്യം 50 കസേരയാണ്. എല്ലാ പള്ളിയിലെ ഉദ്ഘാടനത്തിന് പുതിയ കസേര ഇറക്കുക. 100 കസേര ആദ്യത്തെ സഫ് നിറച്ച് കസേര. അത്രമാത്രം പ്രശ്നം നമുക്കുണ്ട്. നമ്മൾ ആലോചിക്കുക.
നമുക്ക് ത്യാഗം സഹിച്ച് നിസ്കരിക്കാൻ പറ്റും. തീരെ നിവർത്തിയില്ലെങ്കിലാണ് ചെറിയ ഒരു വേദന വരുമ്പോഴത്തേക്ക് പള്ളിക്കകത്ത് കസേര ഇരുന്ന് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാനും കേൾക്കാനും നല്ല രസമാണ്. അത് ഒരു ദിവസം ഇരുന്ന് നോക്കിയാൽ മതി, പിന്നെ അതിൽ നിന്ന് മാറാൻ തോന്നുന്നു. പക്ഷെ അള്ളാഹുവിനോടാണ് നമ്മൾ ഈ പൊറുതിക്കേട് കാണിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ത്യാഗം ഇബാദത്തിലെ ത്യാഗം, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇബാദത്തിലെ ത്യാഗം ചെയ്തവർ മരിക്കുമ്പോൾ ചിരിക്കുമെന്ന്. ഇബാദത്തിൽ ത്യാഗം ചെയ്തവർ മരിക്കുമ്പോൾ ചിരിക്കും. ഒരു കഷ്ടപ്പാട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അള്ളാഹുവിന് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ മക്കത്ത് പോയാൽ ഭക്ഷണം പോരാ, അമീർ പോരാ, ഉംറ പോരാ. ഒരു ഉംറ ചെയ്തിട്ട് പിന്നെ കാല് നീരായി വേദനയായി പറ്റൂല, മദീനത്ത് പോയാൽ ഒന്നും പറ്റൂല. അങ്ങനെ ഭാരം ചുമന്ന് നടക്കണം. ഒരു കഷ്ടപ്പാടില്ല, ഭാരം ചുമന്ന് 17 ഉംറ ചെയ്ത സഹോദരൻ എനിക്കറിയാം. അത്ര ത്യാഗം ചെയ്ത് ശരീരത്തെ കഷ്ടപ്പെടുത്തണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത് 17 ഉംറ ചെയ്ത് തുട പൊട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. അദ്ദേഹം പറയാണ്, ഇനി ഒരു പക്ഷേ എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിലോ, കിട്ടിയൊരു അവസരമല്ലേ ഈ പരിശുദ്ധ മക്കയും മദീനയും, ഈ ബാങ്കും, ഈ ഖിറാഅത്തും, ഈ നാടും, ഈ നഗരിയും, ഈ സംസവും, ഇനി എന്റെ ജീവിതത്തിൽ ഏത് കാലത്ത് വരാൻ പറ്റും? അതുകൊണ്ട് ഇപ്പൊ നടക്കുന്നതല്ലേ ഈ നടത്ത ജീവിതത്തിൽ കിട്ടുന്ന ഭാഗ്യല്ലേ? അവിടെ നടന്നോട്ടെ. തിരക്കിലും മഴയിലും വെയിലത്തും ഒക്കെ നടന്ന് സഹിയും ത്വാഫും ഒക്കെ ചെയ്ത് അദ്ദേഹം പൂർത്തീകരിക്കാം. നമ്മുടെ ശരീരത്തിലെ ത്യാഗം നമ്മൾ കൊടുക്കൂല. എപ്പോഴും ഇങ്ങനെ സുഖം, സന്തോഷം, ആനന്ദം. എല്ലാ പള്ളികളും എല്ലാ പള്ളിയിലെ ഇമാമിയങ്ങളും ഭയങ്കര ഖിറാഅത്തുള്ള ഇമാമികളെ മതി കമ്മിറ്റിക്കാർ. എവിടെയെങ്കിലും ആരെങ്കിലും മക്കത്ത് മദീനത്ത് പോയി ഖിറാഅത്ത് കേൾക്കും, നേരെ തിരിച്ചു വന്നിട്ട് പള്ളിയിലെ ഇമാമിനെ മാറ്റും. സെക്രട്ടറി ഒരിക്കലും പറക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ വന്നവിടെ ഇമാമിനെ മാറ്റി. ഇമാമിന്റെ ഓതല് ശരിയല്ല, ഖുതുബ ശരിയല്ല, ഒക്കെ പ്രശ്നമാണ്, അതൊക്കെ ഹറമിലാണ്, അടിപൊളിയാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഇങ്ങനെ AC വേണം, സുഖം വേണം. ഇവിടെ 3-4 AC ഓഫർ ആയിട്ടുണ്ട്. ഞാൻ പറയുന്നത് AC ഓഫർ ആകുന്നതിന്റെ കൂട്ടത്തിൽ ഓരോ മാസം കറണ്ട് ബില്ലും കൂടെ ഓഫർ ആക്കണം. ഭയങ്കര കറണ്ട് ബില്ല, അതും കൂടെ ഓഫർ ചെയ്യണം. അങ്ങനെ ഓഫർ ആക്കണം. കാരണം എന്താ, അല്ലെങ്കിൽ നമ്മള് പോകില്ല. 5 വക്കത്ത് ഇങ്ങനെ AC ഇടുമ്പോൾ റമദാൻ ഇടേണ്ടി വരും. ഞാൻ പറയുന്നത് AC ഹറാമാണ്, സുഖം ഹറാമാണെന്നൊന്നുമല്ല. നമുക്ക് അതൊക്കെ മതി. നമ്മൾ അതൊക്കെ എല്ലാ സ്ഥലത്തും നമ്മൾ അതൊക്കെ സംവിധാനിക്കുന്നുണ്ട്. പക്ഷെ അത് മതി എന്ന് നമ്മൾ ചിന്തിക്കും. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. ഒന്ന് കറണ്ട് പോയാൽ, ഒന്ന് മെഴുകുതിരി തിരിക്കേണ്ടി വന്നാൽ ഈ കണക്കിന് പോയാൽ നമ്മുടെ രാജ്യം മൊത്തം മെഴുകുതിരി വിളിച്ച് തിരിക്കേണ്ടി വരും. ഈ ത്യാഗം നമ്മൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം അനുഭവിക്കാൻ കഴിയണം. നമ്മൾ എന്ത് ത്യാഗമാണ് സഹിക്കുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിശന്നിട്ട് മുട്ടുവയറ്റുവയക്ക് മടക്കി വെച്ച് കിടക്കുന്ന കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ ഈ കിടക്കുന്നത്? മക്കത്തെ റാണിയല്ലേ നബിയേ? മക്കയിലെ രാജാത്തിയല്ലേ ഹബീബേ? അങ്ങയുടെ ഭാര്യയായി പോയതുകൊണ്ട്, അങ്ങയുടെ സഹധർമ്മിണിയായി പോയതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുകയാണല്ലോ ഹബീബേ. അതൊരു ത്യാഗമായിരുന്നു പെങ്ങളെ. അതുകൊണ്ടാണ് കഫം പുടവതികയാതെ മരണപ്പെട്ടു പോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കാതിൽ വന്നിട്ട് ആരംഭപ്പൂ മന്ത്രിച്ചു കൊടുത്തത്, പ്രിയപ്പെട്ട ഖദീജ സങ്കടപ്പെടണ്ട, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച കുപ്പായമുള്ള കൊട്ടാരമാണ്, കുപ്പയുള്ള കൊട്ടാരമാണ് അല്ലാഹു നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതെന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒന്ന് പരിശ്രമിക്കാം. ഈ ശഅബാനിന്റെ രാത്രിയിൽ തീരുമാനമെടുക്കാം. ഇനി ഇവിടെ ഇങ്ങോട്ട് പ്രവാചക പുത്രവരുടെ പരിമളം പരത്തുന്ന വഴിയോരങ്ങളിലൂടെയല്ലാതെ, അല്ലാഹുവിന്റെ തഖ്വ ജനിപ്പിക്കുന്ന ഇടവഴികളിലൂടെയല്ലാതെ എന്റെ വർത്തമാനമില്ല, എന്റെ സഞ്ചാരമില്ല, എന്റെ നോട്ടമില്ല, എന്റെ കേൾവിയില്ല. അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ മരിക്കാനുള്ള പരിശ്രമമാണെന്ന് തീരുമാനിക്കുക. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് ലിഖദരി ഹാജത്തികും ഇലൈഹി, അല്ലാഹുവിനോട് നിനക്ക് എന്താവശ്യമാണോ ഉള്ളത് അതനുസരിച്ചുള്ള ഇബാദത്ത് അവൻ ചെയ്തു വെക്കണം. അതനുസരിച്ചുള്ള ഇബാദത്ത് അവൻ ചെയ്തു വെക്കണം. നമ്മുടെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അയ്യുൽ വലദു എന്ന് പറയുന്ന കിതാബ് ഞാൻ ഈ റഹ്മാനിയ കോളേജിൽ നമ്മുടെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന കിതാബ്. നല്ല രസമാണ്. ഒരുപാട് ചെറിയ കിതാബാണ്, വളരെ സിമ്പിൾ, ഒരു 10-20 പേജുകൾ മാത്രമുള്ള കിതാബാണ്. നല്ല രസമാണ്. ഒരുപാട് ഗുണപാഠങ്ങൾ മക്കൾക്ക് പഠിക്കാനുണ്ട്. ഈ ചെറിയ
മുതഅല്ലിമീങ്ങൾക്ക് ഇത്തരം പാഠങ്ങൾ അവരെ മനസ്സ് നന്നാവാൻ, താലീമുക്കെ പോലെ മനസ്സ് നന്നാവാൻ, ഹൃദയം വെളിച്ചമുള്ളതാവാൻ, ഈമാൻ ഉണ്ടാവാൻ അത് ഉപകരിക്കും. നല്ല രസമാണ്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ഇത് ബഹുമാനപ്പെട്ടവർ പറയാണ്, വഅബ്ദുല്ലാഹ് ബിഖദ്രി ഹാജതികും, അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ അളവനുസരിച്ച്. നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് ചോദിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ എന്താ കൊടുക്കുക? അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുന്നു, അതനുസരിച്ച് നമ്മൾ അല്ലാഹുവിന് എന്താ കൊടുക്കുക? അത് കൊടുക്കണം. അതിന്റെ വാല്യൂവിനനുസരിച്ച് നമ്മൾ കണക്കാക്കുന്ന സാധനം കൊടുക്കണം. അല്ലേ? നമ്മൾ ഇപ്പോഴും മജ്ലിസിലൊക്കെ കോഴിമുട്ട കൊടുക്കുന്നവരുണ്ട്, കോഴിയെ കൊടുക്കുന്നവരുണ്ട്. അവർക്ക് മോശം എന്ന് പറയല്ല, പക്ഷെ അതിന് പകരം നമ്മൾ എഴുതുന്നതെന്താ? സ്വർഗത്തിന്റെ 7ാമത്തെ തട്ട് കിട്ടാൻ വേണ്ടി സൈനബാബി ഒരു പിന്നെന്താണ് ഒരു സ്വർണ്ണ വളയുന്നായിരുന്നെങ്കിൽ പിന്നെ ഇപ്പൊ വില കൂടുതലായതുകൊണ്ട് നമുക്ക് അങ്ങനെയെങ്കിലും കണക്കാക്കാം. ഒരു മൂല്യം നമ്മൾ കണക്കാക്കണം. ഒരു മൂല്യം. മുമ്പൊരു തങ്ങളെ കേരളം മൊത്തം റൗളിയത് എങ്ങനെയാണ്? പാപ്പാടെ കബർ വിളിച്ചവാങ്ങാൻ വേണ്ടി സഫ്വാൻ തങ്ങൾ എന്റെ സുഹൃത്തു കൂടിയാണ്. പാപ്പാടെ കബർ വിളിച്ചവാങ്ങാൻ വേണ്ടി ഒരാൾ 100 രൂപ കൊടുത്തപ്പോ തങ്ങൾ പറഞ്ഞു ഒരു ട്യൂബ് വാങ്ങിക്കണമെങ്കിൽ 300 രൂപ അവരുടെ മോനാൻ ചോദിച്ചു. അത് പിന്നെ കുറെ ദിവസത്തേക്ക് തങ്ങളങ്ങനെ പെട്ടെന്ന് ഏറെ കയറില്ല. ഞങ്ങൾ ഭയങ്കര വെയിറ്റാ, ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, ഞങ്ങൾ നല്ല തടിയുള്ള ആളാണ്. അതുകൊണ്ട് പറയുന്ന ആളുകൾ അപ്പൊ ഇത് സത്യത്തില് നമ്മളൊരു കാര്യം അല്ലാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ കരുതണ്ടേ? യോഗ്യത ഇല്ലെങ്കിൽ നമ്മൾ ആ ഇബാദത്ത് ഇപ്പൊ KP ഉസ്താദ് ചോദിക്കുകയാണെങ്കിൽ ഒരു രസമുണ്ട് കേൾക്കാൻ. കൊളപ്പുറ ഉസ്താദ് ചോദിക്കുകയാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വലിയ സ്ഥാനവും പദവിയും. അവരങ്ങനെ ചോദിക്കൂല. കാരണം അവർക്കറിയാം അവര് പോലും പൂജ്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. അവരുടെ ഇഖ്ലാസും വിനയവുമാണ്. നമ്മളങ്ങനെയല്ല. നമ്മളെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉംറ ചെയ്തു, ഇനി എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഉറപ്പാണ്, ഞാനാണ് കൊണ്ടോടിയിലെ ഏത് മയ്യത്തും കുളിപ്പിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അസ്രായിൽ വന്ന അപ്പ സ്വർഗ്ഗം ഉറപ്പാണ്, ഞാനാണ് ഖബർ വെട്ടുന്നത്, ഞാനാണ് മറ്റത്, ഞാനാണ് പള്ളിയുടെ സെക്രട്ടറി, ഞാനാണ് പള്ളിയുടെ കൺവീനർ, പ്രസിഡന്റ്. ഒന്നുമില്ല. ഓടാനുകൂടി അല്ലാഹുവിന്റെ ആബിദീങ്ങളുടെ മുന്നിൽ ഇതൊക്കെ വെറും വട്ടപൂജ്യമാണ്. അതുകൊണ്ട് ആശങ്ക വേണം, പേടി വേണം, ഭയം വേണം. നമ്മൾ മരിക്കുമ്പോൾ നല്ലൊരു മരണം. ജീവിതം ചിലപ്പോ തട്ടിയും മുട്ടിയും ബിസിനസ് പൊളിഞ്ഞും കേറിയും ഇറക്കവും അസുഖമൊക്കെ വരും. ജീവിതമാണ്, എല്ലാവർക്കും ഉണ്ടാവും. ഇന്നില്ലെങ്കിൽ നാളെ വരും. അങ്ങനെയാണ്. അല്ലാഹു തആല വലിയ പരീക്ഷണം കാട്ടട്ടെ. പക്ഷെ മരിക്കും നല്ലൊരു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശാശ്വത ജീവിതം തുടങ്ങല്ലേ? ഒറ്റയ്ക്ക് ഖബറിന്റെ അകത്ത് കിടക്കണ്ടേ? അല്ലാഹുവേ, ആ ഒരു സന്തോഷം നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആ ഒരു പരിമളം ആസ്വദിച്ചുകൊണ്ട് മരിക്കാൻ നൽകണേ അല്ലാഹ്. അതാണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. ആയിരക്കണക്കിന് പ്രബോധകരുടെ വർത്തമാനത്തിൽ ഞങ്ങൾ ആ ചരിത്രം പഠിച്ചതാണ്. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ വെച്ച് ജീവിച്ചവരാണ്. യഅനി ഉസല്ലി റകഅത്തൈൻ, എനിക്ക് 2 റകഅത്ത് നിസ്കരിക്കാൻ അവസരം തരുമോ? തൂക്കിലേറ്റാവുന്ന ഇസ്ലാമിന്റെ ശബ്ദങ്ങളോട് ഇബാദത്തിനെ കുറിച്ച് പറയാനുള്ള ധൈര്യം കാണിച്ചു ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ ഭാര്യ മരണപ്പെട്ടു പോയപ്പോൾ ആ നാടും നഗരവും ഏറെ സങ്കടപ്പെട്ടു പോയത് അവരത്രയും വലിയ മുഅ്മിനത്തായ ഒരു സ്ത്രീയായിരുന്നു. അവിടുത്തെ ഉലമാക്കൾ ആ പ്രിയപ്പെട്ട സഹോദരിയെ സ്വപ്നത്തിലൂടെ കണ്ടു. കൊട്ടാരവും പരിസരമൊക്കെ ആകുമ്പോൾ ഉലമാക്കൾ ഉണ്ടാവും, ഉമറാക്കൾ ഉണ്ടാവും. പല രീതിയിലും പ്രവർത്തിക്കുന്ന വിവിധ ഇനം ആളുകൾ ആ കൊട്ടാര സമുച്ചയത്തിനകത്തുണ്ടാവും. ഉലമാക്കൾ പിറ്റേന്ന് രാജസന്നിധിയിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, താങ്കളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിക്ക് ഏറെ ഇഷ്ടപ്പെട്ട അമലുകൾ, പ്രവർത്തനങ്ങൾ ഏതായിരുന്നു? അവരുടെ ജീവിതകാലത്ത് അവർക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട, ആസ്വദിക്കേണ്ട, അല്ലെങ്കിൽ അവർ അത്രയും ഇഷ്ടത്തോടെ ചെയ്ത അമൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ രാജകൊട്ടാരമാണ്, നമുക്കറിയാം. എല്ലാ ആസ്വാദനങ്ങൾക്കും പരിധിയില്ലാതെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സമുച്ചയമാണ് അവിടെ. സാമ്പത്തികത്തിന്റെ വലിയ ഉറവിടമുണ്ട്, അധികാരത്തിന്റെ സ്രോതസ്സുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നടത്തിയെടുക്കാൻ പറ്റുന്ന അനിർവചനീയമായ നിമിഷങ്ങളെ ആ കൊട്ടാരത്തിനകത്ത് ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നേടിയെടുക്കാൻ എല്ലാ സൗഭാഗ്യങ്ങളും.
സമ്പന്നതയുടെ കൊടുമുടിയിലും അധികാരത്തിന്റെ ഉന്നതങ്ങളിലും വിരാജിക്കുമ്പോഴും രാജാവ് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിയിൽ, എന്റെ ഭാര്യയിൽ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്ന്, കൊട്ടാരത്തിൽ ആഘോഷങ്ങൾ നടക്കും, ഇടയ്ക്ക് പാട്ടും ആട്ടവും ഒക്കെ ഉണ്ടാവും. നടക്കുമ്പോ അതിലൊന്നും വരാതെ എനിക്ക് മറ്റൊരു ലോകത്ത് ആഘോഷിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാറിയിരിക്കുമായിരുന്നു എന്ന് ആ ചക്രവർത്തി പറയുകയാണ്. എന്തോരാഘോഷം ഇവിടെ നടന്നാലും അതിലൊന്നും പങ്കെടുക്കാതെ എനിക്ക് മറ്റൊരു ലോകത്ത് ആഘോഷമുണ്ട്, ആഘോഷമാണ് എനിക്ക് അനുവദനീയമായത് എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ഭാര്യ മാറിയിരിക്കുമായിരുന്നു എന്ന് രാജാവ് പറയുമ്പോൾ രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാർ പറയുകയാണ്, അതുകൊണ്ട് തന്നെയാണ് സ്വർഗീയ ലോകത്തെ ആരാമത്തിന്റെ സുവലോലുപതയുടെ പട്ടുടപ്പയിൽ ആ പ്രിയപ്പെട്ട മഹിളാരംഗം ഉല്ലസിക്കുന്നതായി ഞങ്ങൾ കണ്ടു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുഖത്തിന്റെ അനുഭൂതിയുടെ രസത്തിന്റെ ആർദ്രതയുടെ സന്തോഷത്തിന്റെ ആഘോഷഘോഷത്തിലാണ് അവരുള്ളത് എന്ന് ആ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുമ്പോൾ ദുനിയാവിൽ കിട്ടുന്ന എല്ലാ ആഘോഷങ്ങളുടെയും പങ്കുപറ്റുന്ന എന്റെ പ്രിയപ്പെട്ട മലബാറിന്റെ സഹോദരങ്ങളെ, ഒരാഘോഷം വിട്ടുപോകാതെ മുഴുവനും പൂർണ്ണമായും ആസ്വദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അത് ബർത്ത്ഡേ ആകട്ടെ, കല്യാണമാകട്ടെ, പുനരാമസമാകട്ടെ, ന്യൂ ഇയർ ആകട്ടെ, എവിടെയാണെന്ന് ആടാനും പാടാനും തുള്ളാനും അവസരം കിട്ടുന്നത് അത് മുഴുവനും റബ്ബുൽ മറന്നുകൊണ്ട് ആനന്ദിക്കുന്ന എന്റെ മലബാറിന്റെ പ്രിയപ്പെട്ട മുസ്ലിം മക്കളെ, കാൽപന്ത് കളിയുടെ പേര് പറഞ്ഞുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരങ്ങളെ മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ആസ്വാദനത്തിന്റെ മുൾമനയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് പടച്ചവനെ മറന്നുകൊണ്ട് ഉല്ലസിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിചാരണ ഇതാണെന്ന് മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നാളെ അല്ലാഹു കൊണ്ട് ലോകത്ത് നന്മതിന്മ തൂക്കി നോക്കുന്ന ത്രാസുണ്ടെന്ന് മറന്നു പോകല്ലേ ചെറുപ്പക്കാരാ. 500 വർഷം ഇടതടവില്ലാതെ പടച്ചവനെ സുജൂദ് ചെയ്ത പ്രിയപ്പെട്ട മനുഷ്യരോട് എന്റെ റഹ്മത്ത് കൊണ്ട് ആ മനുഷ്യന് സ്വർഗ്ഗം കൊടുക്കാൻ പടച്ച റബ്ബ് പറയുമ്പോ ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, 500 വർഷം നിനക്ക് ഞാൻ ഇബാദത്ത് ചെയ്തതല്ലേ, എന്നിട്ടും നിന്റെ റഹ്മത്ത് കൊണ്ടാണോ ഞാൻ സ്വർഗ്ഗത്തിൽ കിടക്കേണ്ടത്? 500 വർഷത്തെ ഇബാദത്തിനെ വന്ന് പരിശോധിക്കാൻ തീരുമാനിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു കൊടുത്തിരിക്കുന്ന കണ്ണിന്റെ ഇമയുടെ അളവിനോളം പോലും തുല്യമല്ലാത്ത ഇബാദത്താണ് 500 വർഷത്തെ കെട്ടിവെച്ചിരിക്കുന്ന ഇബാദത്ത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ നിഅമത്തുകളെ മുഴുവനും കയ്യിൽ വാങ്ങി വെച്ച്, അനുഗ്രഹങ്ങളെ മുഴുവനും കയ്യിൽ വാങ്ങി വെച്ച്, കാരുണ്യവാനായ പടച്ചവൻ തന്ന സൗഭാഗ്യങ്ങളെ മുഴുവനും ആസ്വദിച്ച് ഭൗതിക ലോകത്തെ സൃഷ്ടാവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിങ്ങളുടെ നെഞ്ചകത്തേക്കായിരേക്കട്ടെ ഈ സുഖദാന നേർച്ചയുടെ ഈ പ്രഭാഷണ ശകലങ്ങളുടെ അക്ഷരമുത്തുകൾ വന്ന് പതിച്ചിരിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗം കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, സ്വർഗ്ഗത്തിന്റെ മനോഹാരിത കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആരംഭപ്പോ നാട്ടിലേക്ക് മടങ്ങി വന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വർഗീയമായ കാഴ്ചകളുടെ മഹാത്ഭുതങ്ങളെ കുറിച്ച്. ആ അനുഭൂതിയിൽ ഒരിക്കലും അവസാനിക്കാത്ത അനിർവചനീയമായ നിമിഷങ്ങളെ കുറിച്ച്, സ്വർണ്ണത്തിന്റെ വർണ്ണ കാഴ്ചകളെ കുറിച്ച് ആരംഭമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുമ്പോ എല്ലാം മറന്നുകൊണ്ട് ഞാൻ അതിനു വേണ്ടി പോരാടുമെന്ന് ഉറച്ചു തീരുമാനമെടുത്ത് പ്രിയപ്പെട്ട സ്വഹാബത്ത് രംഗത്ത് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ സ്വർഗ്ഗത്തിൽ ഒരാളുടെ കാലൊച്ച കേട്ടു സഹാബ. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗ്ഗത്തിലെ കാലൊച്ചയെ കുറിച്ച്. 2 വ്യക്തികളെയാണ് സ്വർഗ്ഗത്തിന്റെ കാലൊച്ചയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത്. സഹാബത്ത് ചോദിക്കുന്നു, യാ ഹബീബല്ലാഹ്, ആ സ്വർഗ്ഗത്തിൽ കേട്ട കാലൊച്ച ആരുടേതാണ് നബിയേ? ആ
ആദ്യത്തെ ഒരു സ്ത്രീയുടേതാണ്. ആദ്യം സ്വർഗത്തിൽ കേട്ട ഒരു കാലൊരു സ്ത്രീയുടേതാണ്. അവസാനത്തെ ഒരു പുരുഷന്റേതാണ്. ആ പുരുഷന്റെ പേരും അതിന്റെ കാരണവും നമുക്ക് സമാപനം പറയാം. അതിനു മുമ്പ് ഈ പ്രിയപ്പെട്ട മഹിളാരംഗത്തിന്റെ മധുരമുള്ള ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് എന്റെ പുത്തനങ്ങാടിയിൽ വന്ന പെങ്ങളെ നമുക്കൊന്ന് കടന്നുപോയാലോ? യാ റസൂലല്ലാഹ്, ആ സ്വർഗത്തിന്റെ ചിരിപ്പടി ശബ്ദം കേട്ട കാലൊച്ച കേട്ട ആ പ്രിയപ്പെട്ട സഹോദരി ആരാണ് നബിയേ? നിങ്ങളിൽ ഒരാളുടെ ഭാര്യയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഓരോ സഹാബികളും ചിന്തിക്കുകയാണ്, അല്ലാഹുവേ അതെന്റെ ഭാര്യയായിരുന്നെങ്കിൽ അല്ലാഹ്, അതെന്റെ ഭാര്യയായിരുന്നെങ്കിൽ അല്ലാഹ്, അതെന്റെ സഹധർമ്മിണിയായിരുന്നെങ്കിൽ അല്ലാഹ്, ആ ശബ്ദം കേട്ടത് എന്റെ ഭാര്യയുടേത് ആയിരിക്കാമെന്ന സാമ്യമുള്ള സാധ്യതയുള്ള ഒരു ചിന്ത പോലും സഹാബത്തിന് വരണമെങ്കിൽ അത്രത്തോളം ഈമാനിന്റെ ക്വാളിറ്റിയിൽ മകുടമായ ജീവിതം നയിച്ചവരാണ് ആ പ്രിയപ്പെട്ട സഹാബത്തിന്റെ ഭാര്യമാരാണെന്ന് നമ്മൾ തിരിച്ചറിയണേ. നിങ്ങളിൽ ഒരാളുടെ ഭാര്യയുടെ കാലിന്റെ ചുവട്ടടി ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ അത് എന്റെ ഭാര്യയായിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ഭർത്താവ് പറയണമെങ്കിൽ അത്രത്തോളം ക്വാളിറ്റിയിലായിരിക്കണം ആ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ ജീവിതം. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും? ജുമയ്ക്ക് വന്നിട്ട് വയസ്സ് പറയുന്നതിനെ സ്വപ്നം കണ്ടു. സ്വപ്നങ്ങളുടെ ലോകമാണല്ലോ. ഞാൻ സ്വപ്നം കണ്ടു നിങ്ങളിൽ ഒരാളുടെ ഭാര്യയുടെ കാലിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുന്നതായി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ എന്തായാലും അത് എന്റെ പെണ്ണിലായിരിക്കില്ല 100 വട്ടം നിങ്ങൾ ഉറപ്പിക്കും. കാരണം നിങ്ങളല്ലേ കൂടെ കഴിയുന്നതും കൂടെ ചിരിക്കുന്നതും കൂടെ ജീവിക്കുന്നതും നിങ്ങൾക്കറിയാം. അതിനുള്ള യോഗ്യത ഒട്ടുമില്ലാതെ നിങ്ങൾക്കറിയാം. തിരിച്ചു പറഞ്ഞാലും അങ്ങനെ തന്നെ. ഭർത്താവിനെയാണ് കണ്ടത് എന്ന് സഹോദരിമാരോട് പറഞ്ഞു. അത് എന്റെ 100 വട്ടം ഉറപ്പ്. അയാളുടെ ചൂടും മാത്രമല്ല, അയാളുടെ ഉള്ളും ഈ വേഷവും ഈ രൂപവും അല്ല മൊയ്ലാലി നിങ്ങൾ പറയുന്ന പോലെ. എന്റെ ഭർത്താവ് പ്രസംഗത്തിന് പുതിയനങ്ങാടി ശോതാങ്ങാടി ആണ്ടുണ്ടാവും, വാഴ്ചയൊക്കെ കുത്തി അവിടെ നടക്കുന്നുണ്ടാവും. ഒക്കെ കണക്ക് തന്നെ. അയാൾ അള്ളാൻ ഒരു ഹൗസ് ഇല്ലാത്തൊരു മനുഷ്യൻ. ഈ ജാട കിടന്ന് കാണിക്കുന്നതല്ലാതെ വേറൊന്നും ഇല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷെ അവിടെ ഇരിക്കുന്നത് സഹാബികളാണ്. മുത്തുപോലെ പവിഴം പോലെ തിളങ്ങുന്ന ജീവിതത്തിന്റെ ഉടമകളാണ്. ഓരോരുത്തരും ആശിക്കാൻ തുടങ്ങി, അല്ലാഹുവേ അതെന്റെ ഭാര്യയായിരിക്കുമോ അല്ലാഹ്. അതിരാത്രി പോലെ ഉറങ്ങാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരിക്കുമോ അല്ലാഹ്. അതിരാവിന്റെ യാമത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നിശബ്ദതയിൽ, നിശബ്ദതയിൽ രണ്ട് കരമുയർത്തിയിട്ട് കരയുന്ന എന്റെ പ്രിയപ്പെട്ടവളായിരിക്കുമോ അല്ലാഹ്. എന്ത് പ്രയാസം വന്നാലും തകർന്നു പോകാതെ എന്നെ ചേർത്ത് പിടിക്കുന്ന സോലിഹത്തായ എന്റെ പ്രിയപ്പെട്ടവളായിരിക്കുമോ അല്ലാഹ്. എല്ലാ ദിവസവും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന, പരിഭവങ്ങളിൽ പരാതി പറയാത്ത, സങ്കടങ്ങളിൽ പരാതി പറയാത്ത, പട്ടിണിയിൽ പരിഭവം കാണിക്കാത്ത എന്റെ പ്രിയപ്പെട്ടവളായിരിക്കുമോ അല്ലാഹ്. എന്റെ കുഞ്ഞു മരിച്ചിട്ട് ക്ഷമിച്ച, എന്റെ സാമ്പത്തികം തകർന്നപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച, എന്റെ എല്ലാ പ്രതിസന്ധികൾ സത്യവും വീണ പോലെ തുണ പോലെ എന്നെ സമർപ്പിച്ചു പോയ പ്രിയപ്പെട്ടവളായിരിക്കുമോ അല്ലാഹ്. പുത്തനങ്ങാടിയിൽ വന്ന സഹോദരിമാരോട് പറയുകയാണ്, അങ്ങനെ നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് ചിന്തിക്കണം പെണ്ണേ, അങ്ങനെ നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് മനസ്സിലാക്കണം പെങ്ങളെ. നീ മരണപ്പെട്ടു പോയാൽ നിന്റെ കബറിന്റെ രംഗമോർത്തിട്ട് സമാധാനമില്ലാതെ നിനക്ക് വേണ്ടി സ്വതക്ക ചെയ്യുന്ന, നിനക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന ഭർത്താവായിട്ട് നിന്റെ ഭർത്താവിനെ മാറ്റാൻ കഴിയണമെങ്കിൽ അത്രത്തോളം വലിയ ആത്മീയ പ്രഭയുടെ വഴിപാടയിലൂടെ നീ തിളങ്ങുന്ന ഈമാനിന്റെ പുഞ്ചിരിയോടെ നടന്നു പോണം പെങ്ങളെ. എന്നാലേ അതിന് കഴിയുകയുള്ളൂ. ഭർത്താവ് മരണപ്പെട്ടാലും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവേ ഒരു പോറല് പോലും ഏൽക്കാതെ എന്നെ പോറ്റിയവരാണ് അല്ലാഹുവേ. എനിക്ക് പകരം ഈ പ്രിയപ്പെട്ടവന് പകരം എനിക്ക് ദുനിയാവിൽ ആരും തന്നാലും മതിയാവില്ല റബ്ബേ. അത്രത്തോളം വലിയ സ്നേഹമാണ് എനിക്ക് വേണ്ടി സമർപ്പിച്ചതല്ലാഹ് എന്ന് പറയാൻ പറ്റും.
പറ്റുന്ന ഒരു ആത്മീയമായ പരിവേഷം സമ്മാനിച്ച ഭർത്താവായിരിക്കുക. അതാണല്ലോ ചരിത്രത്തിൽ നമ്മൾ കണ്ടുപോയത്. അസ്രായേലിന്റെ തിരുമുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണത്തെ പേടിച്ചിട്ടല്ല കരഞ്ഞത്, മരണത്തെ ഓർത്തിട്ടല്ല കരഞ്ഞത്. തന്റെ പ്രിയപ്പെട്ടവനെ വിട പറയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ആലോചിക്കുകയാണ്. ആ സ്നേഹത്തിന്റെ, ആ പരിലാളനത്തിന്റെ, ആ പരിമളത്തിന്റെ മുന്നിൽ നിന്ന് അകന്നു പോകേണ്ടി വരുമല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞത് അങ്ങനെ തന്നെയാണ്. അല്ലാഹുവേ, ആരാണ് എനിക്ക് നഷ്ടപ്പെടുന്നതല്ല? ലോകഗുരുവിന്റെ പൊന്നുമോളായ കരഞ്ഞ കഷ്ണം മാത്രമല്ല, താൻ കരഞ്ഞപ്പോൾ കണ്ണീർ തുടച്ചിരുന്നവളാണ്, തളർന്നപ്പോ ചേർത്ത് പിടിച്ചവളാണ്, തനിക്ക് വിശന്നപ്പോ മാറ്റിവെച്ച കാലക്കയുടെ ചീള് ആർക്കും കൊടുക്കാതെ പ്രിയപ്പെട്ടവന് വേണ്ടി തന്നവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ദാമ്പത്യ ജീവിതത്തിന്റെ മധുരാനുഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്. അതാരാണെന്നറിയോ? അതാരാണെന്നറിയോ? അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ഉമ്മു സലമ.